ഇന്ത്യയും അമേരിക്കയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നൈസർ ജൂലൈ 30 വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. എന്താണ് നൈസറിന്റെ സവിശേഷതകൾ നോക്കാം. ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നൈസർ അഥവാ നാസ ഇസ്രോ സിന്തറ്റിക് അപ്പേർച്ചർ റേഡാറാണ് വിക്ഷേപണത്തിന് ഒരുങ്ങിയത്. GSLV F-16 റോക്കറ്റിലാണ് വിക്ഷേപണം. ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന അതിസൂക്ഷ്മ മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിവുള്ളതാണ് ഈ ഉപഗ്രഹം. $130 കോടി ചെലവിൽ നിർമ്മിച്ച ഉപഗ്രഹം ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ഭൗമ നിരീക്ഷണ ദൗത്യങ്ങളിൽ ഒന്നാണ്. നാസയുടെ L-ബാൻഡ് റേഡാറും ഇസ്രോയുടെ S-ബാൻഡ് റേഡാറും സംയോജിപ്പിച്ച ഒരു ഇരട്ട ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പേർച്ചർ റേഡാർ സംവിധാനമാണ് നൈസറിന്റെ സവിശേഷത. 2392 കിലോഗ്രാമാണ് ഭാരം. 12 മീറ്റർ വ്യാസമുള്ള വലിയ ആന്റനയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, മണ്ണിടിച്ചിലുകൾ, മഞ്ഞുമലകളുടെ ചലനം, സസ്യജാലങ്ങളിലെ മാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടെ ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന വളരെ ചെറിയ വ്യതിയാനം പോലും നൈസറിന് തിരിച്ചറിയാൻ സാധിക്കും. പകലും രാത്രിയിലും എല്ലാത്തരം കാലാവസ്ഥയിലും വിവരങ്ങൾ ശേഖരിക്കാനും ഉപഗ്രഹത്തിന് കഴിയും. ഓരോ 12 ദിവസത്തിലും ഭൂമിയുടെ മുഴുവൻ ഉപരിതലവും നൈസർ സ്കാൻ ചെയ്യും. മണ്ണിലെ ഈർപ്പം, കൃഷിഭൂമിയിലെ മാറ്റങ്ങൾ, ജലസ്രോതസ്സുകളുടെ നിരീക്ഷണം എന്നിവയിലും നൈസർ നിർണായക വിവരങ്ങൾ നൽകും. മഞ്ഞുമലകളുടെ പ്രത്യേകതകൾ, തീരദേശ മാറ്റങ്ങൾ, എണ്ണച്ചോർച്ച എന്നിവയും നൈസർ നിരീക്ഷിക്കും. നൈസറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ശാസ്ത്രജ്ഞർക്കും നയരൂപകർത്താക്കൾക്കും ഒരുപോലെ പ്രയോജനകരമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനങ്ങൾക്കും പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനുള്ള ആസൂത്രണങ്ങൾക്കും ഇത് മുതൽക്കൂട്ടാകും. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.